മലയാളിയുടെ സ്വപ്നയാത്രകൾ ഇനി എങ്ങോട്ടാണ്? 1960കളിൽ ആരംഭിച്ച മലയാളിയുടെ യാത്രകൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? നിരവധി കുട്ടികൾ 2015 ശേഷം വിദേശ പഠനത്തിനായി വിവിധ രാജ്യങ്ങളിലേക്ക് യാത്രയായി. ഇപ്പോൾ അവരെവിടെയാണ്? അവർ ഇനി നാട്ടിലേക്ക് തിരിച്ചു വരുമോ? അതോ മറ്റു രാജ്യങ്ങളിലേക്ക് അവർ ഇമിഗ്രേറ്റ് ചെയ്യുമോ? വിവിധ കാര്യങ്ങൾ ഇന്നത്തെ സിറ്റ് ഡൗൺ ടോക്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും വിദേശ പഠന സാധ്യതകൾ, അതോടൊപ്പം തന്നെ ജോലി സാധ്യതകൾ, വിവിധ രാജ്യങ്ങളിലെ ഇപ്പോഴത്തെ അവസ്ഥകൾ എല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. എൻ്റെ പേര് ബിജോ സെബാസ്റ്റ്യൻ. കരിയർ മെന്ററായിട്ട് കാനഡയിൽ വർക്ക് ചെയ്യുന്നു. നമുക്ക് ആദ്യമായിട്ട് തന്നെ സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങളൊന്ന് നോക്കാം. ഇപ്പോൾ +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളുണ്ട്. അതോടൊപ്പം തന്നെ ഡിഗ്രി കഴിഞ്ഞവരുണ്ട്. അല്ലെങ്കിൽ ജോലികളൊക്കെ ചെയ്ത് ഇപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്. ഇവരെയൊക്കെ നമ്മൾ കുട്ടികൾ എന്ന ഒരു കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. ചിലപ്പോൾ 30കളിലും ഒക്കെയുള്ള ആളുകളൊക്കെ ആയിരിക്കാം. നമ്മളവരെ കുട്ടികൾ എന്ന് വിളിക്കുന്നു. പ്രത്യേകിച്ച് മാതാപിതാക്കളായിരിക്കാം ഈ വീഡിയോകൾ കാണുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര പോകാൻ വേണ്ടി തയ്യാറായിരിക്കുന്നവരും ഒരുങ്ങുന്നവരും ഒക്കെ ഈ വീഡിയോകൾ കാണുന്നുണ്ടായിരിക്കാം. നമുക്ക് ആദ്യമായിട്ട് തന്നെ കാനഡയിലെ അവസ്ഥ നോക്കാം. കാനഡയിലെ അവസ്ഥ നോക്കിക്കഴിയുമ്പോഴേക്കും ഇപ്പോൾ 2024 നിരവധി ചേഞ്ചുകൾ കാനഡയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. അതിനെ ഒന്ന് ബ്രീഫ് ഔട്ട് ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ സ്റ്റുഡൻസിന് കാനഡയിലേക്ക് വരാൻ സാധിക്കും. പ്രത്യേകിച്ചും +2 കഴിഞ്ഞവർക്കോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവർക്കോ എക്സ്പീരിയൻസ് ഉള്ളവർക്കോ ഒക്കെ വിവിധ കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാനും യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ എടുക്കാനും ഒക്കെ സാധിക്കും. അതിനുവേണ്ടി IELTS പഠനം പൂർത്തിയാക്കണം. പിന്നെ ഇവിടെ സ്റ്റഡി പെർമിറ്റ് നമുക്ക് ലഭിക്കണം. കോളേജ് അഡ്മിഷൻ ലഭിക്കണം. അങ്ങനെയുള്ള ഇമിഗ്രേഷൻ നടപടികളൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്താൻ സാധിക്കും. അത് ഏകദേശം ഒരു 3,50,000 ആളുകൾക്ക് 2025 വരാനുള്ള ഒരു കോട്ടയുമുണ്ട്. കാനഡയെ ഏറ്റവും കൂടുതൽ ആളുകളെ ഇങ്ങോട്ട് ആകർഷിച്ചിരുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, കാനഡയിൽ എത്തിക്കഴിഞ്ഞാൽ 2 അല്ലെങ്കിൽ 3 വർഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ PR ലഭിക്കും എന്നുള്ളൊരു കാര്യമായിരുന്നു. പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധ്യത ഏകദേശം ഒരു 80% വരെയൊക്കെ 2019, 20 കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 30% മാറിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ കണക്കുകളൊക്കെ കാണിക്കുന്നത് 100ൽ 30 പേർക്കേ ഉള്ളൂ PR കിട്ടുന്നുള്ളൂ എന്നുള്ള ഒരു പരമാർത്ഥമാണ്. അത് നിരവധി ആളുകളെ ഇങ്ങോട്ട് വരുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നുണ്ട്. അത് നോക്കിക്കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും പോയിന്റ്സ് മീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ PR ലഭിക്കുകയുള്ളൂ. പഠനത്തിന് ശേഷം ജോലി ചെയ്യുന്നു. ആ ജോലി ചെയ്ത് കിട്ടുന്ന ആ എക്സ്പീരിയൻസ്, പിന്നെ നമ്മുടെ പ്രായം, അല്ലെങ്കിൽ ഫാമിലി ആയിട്ടാണ് ഇവിടെ ആളുകൾ എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഫാമിലി സ്റ്റാറ്റസ് കാര്യങ്ങൾ, കുട്ടികൾ, എല്ലാ കാര്യങ്ങളും നോക്കിയാണ് PRനുള്ള ആപ്ലിക്കേഷൻ വയ്ക്കുകയും അതിനുശേഷം PR ലഭിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതൊരു പ്രധാന കാരണമാണ് ആളുകളെ കാനഡയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയുള്ള കാരണം. കാനഡയിൽ പഠനമൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജോലികളും ഈ സമയങ്ങളിലൊക്കെ ഉണ്ട്. ജോലികളൊക്കെ ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം അവർ പഠനവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. പിന്നെ നമുക്ക് നോക്കാവുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. ഓസ്ട്രേലിയയുടെ കാര്യം നോക്കിക്കഴിയുമ്പോഴേക്കും അവിടെ ഇപ്പോൾ പഠനത്തിന് വേണ്ടി വിസ ആപ്ലിക്കേഷനുള്ള ചാർജസ് ഒക്കെ ഇരട്ടിയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം അവിടുത്തെ ജീവിത ചെലവിനുള്ള ഡെപ്പോസിറ്റ് കൊടുക്കുന്ന പൈസ അതൊക്കെ കൂട്ടിയിട്ടുണ്ട്. അതും ഒരു റെസ്ട്രിക്ഷൻ തന്നെയാണ്. നമുക്കറിയാം കാനഡയിൽ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 25,00,000 മുതൽ 35,00,000 രൂപ വരെയുള്ള ചെലവുണ്ടെങ്കിൽ, ഇന്ത്യയിലെ പൈസ കണക്കാണെങ്കിൽ ഇവിടെ വന്ന് പഠിക്കാൻ സാധിക്കും. ഓസ്ട്രേലിയയിലെ ഫീസ് കൂടുതലാണ്. ഓസ്ട്രേലിയൻ ഫീസ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം അവിടെയും പാർപ്പിട സൗകര്യങ്ങളുടെ ലഭ്യതക്കുറവുണ്ട്. അവിടെ വീടുകൾ കുറവാണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അപ്പോഴേക്കും സ്റ്റുഡൻസ് ഒക്കെ വരുമ്പോഴേക്കും അവർക്ക് പാർപ്പിട സൗകര്യങ്ങൾ കുറവാണ്. അത് കാരണം ഗവൺമെന്റ് തന്നെ അതിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ വരുന്ന മറ്റ് രാജ്യങ്ങൾ നോക്കിക്കഴിയുമ്പോഴേക്കും നമുക്ക് US-ന്റെ കാര്യം അറിയാം. US-ലോട്ട് നിരവധി ആളുകൾ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ കുറവാണ്. പക്ഷേ നിങ്ങൾ ഹിന്ദി ചാനലുകളൊക്കെ നോക്കിയിട്ടുണ്ട്. നിരവധി കുട്ടികൾ പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് വേണ്ടി US-ലേക്ക് പോകുന്നു. അവിടെ പഠിച്ച ശേഷം അവിടെ സ്റ്റേ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ തിരിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാറ്റഗറി ആളുകളാണ് പ്രധാനമായിട്ടും പോയിരുന്നത്. അതിൽ നമുക്കറിയാം ഡോക്ടറേറ്റ് പഠിക്കാൻ വേണ്ടി പോകുന്നവര്, പിന്നെ IT മേഖലകളിൽ പഠിക്കാൻ പോകുന്നവര്, അങ്ങനെ നിരവധി ആളുകൾ US-ലേക്ക് പോകുന്നുണ്ടായിരുന്നു. നമുക്കറിയാലോ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ US-ലെ. അവിടെ ഇമിഗ്രൻസിന് ഫേവർ ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം അല്ല ഇപ്പോൾ ഉള്ളത്. ആയതിനാൽ ആളുകൾ അധികം അങ്ങോട്ട് പോകാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്നില്ല. ഇത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. ആ സമയത്ത്
മുമ്പൊക്കെ ആളുകൾ പഠനത്തിന് വേണ്ടി യുഎസിലോട്ട് പോകുന്നതായിരുന്നു. എന്നാൽ വളരെയധികം നമ്പർ കുറഞ്ഞിട്ടുണ്ട്. മലയാളികളും കുറവാണ്. അതാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. യുഎസ് ഒരു ഹോട്ട് ഡെസ്റ്റിനേഷൻ അല്ലായിരുന്നു. ഒരു 10 വർഷമായിട്ട് ഹോട്ട് ഡെസ്റ്റിനേഷൻ അല്ലായിരുന്നു. പിന്നെ നമുക്ക് നോക്കേണ്ട രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും ജർമ്മനി. ജർമ്മനി നോക്കിക്കഴിയുമ്പോഴേക്കും നിരവധി ആളുകൾ, പ്രത്യേകിച്ചും നാട്ടിൽ ഉള്ള കൺസൾട്ടൻസികളും ജർമ്മൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുമൊക്കെ ജർമ്മൻ പഠിപ്പിച്ച് അതിനുശേഷം ജർമ്മനിയിൽ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. കൺസൾട്ടൻസ് ത്രൂ അല്ലാതെയും നിരവധി യൂണിവേഴ്സിറ്റി അവിടെ ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാമായിരുന്നു. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മറ്റൊരു ഭാഷ പഠിച്ചിട്ട് വേണം നമുക്ക് അവിടെ പോയി ജോലി ചെയ്യാൻ വേണ്ടി. ഞാന് പല യൂട്യൂബേഴ്സിനെയൊക്കെ ഫോളോ ചെയ്യാറുണ്ട്, നമ്മുടെ ജർമ്മനിയിൽ നിന്നുള്ളവരെ. അപ്പോൾ അവരൊക്കെ പറയുന്ന അനുഭവങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ചാനലിൽ ഇനി പല രാജ്യങ്ങളിൽ നിന്നുള്ള മുഖങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവരോടുള്ള അവരോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ച് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ആമുഖമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പുതിയ ഭാഷ പഠിച്ച് മറ്റൊരു രാജ്യത്ത് ചെന്ന് അവിടെ ജോലി ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പൊ നഴ്സിംഗ് ആണെങ്കിൽ തന്നെ നമ്മൾ ഇവിടുന്ന് കുറച്ച് ലാംഗ്വേജ് ഒക്കെ പഠിക്കുന്നു. നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു ലാംഗ്വേജ് ആണ് ജർമ്മൻ എന്ന് പറയുന്നത്. നമുക്ക് പരിചയമില്ലാത്തതാണ്. നമ്മൾ ഹിന്ദിയൊക്കെയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം അറിയാവുന്നതാണല്ലോ. നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള സഹോദരന്മാരിപ്പം നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മളൊക്കെ ഹിന്ദി പഠിച്ചിട്ടുണ്ട്. എന്നാൽ ജർമ്മൻ നമ്മൾ കേട്ടിട്ടില്ലാത്ത ലാംഗ്വേജ് ആണ്. ഈ ക്ലാസ് റൂമിലിരുന്ന് പഠിക്കുന്ന ഒരു കാര്യം നമ്മൾ പ്രാക്ടിക്കലായിട്ട് പുറത്തിറങ്ങി ചെയ്ത് കഴിയുമ്പോഴേ ഉള്ളൂ അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. ഗൾഫിലൊക്കെ പോയിട്ടുള്ളവർക്ക് അത് മനസ്സിലാവുമായിരിക്കും. കാരണം അറബി നമ്മൾ കേട്ടിട്ടില്ലാത്ത ലാംഗ്വേജ് ആണ്. പക്ഷെ അവിടെ ചെന്ന് കുറേ നാൾ നിന്ന് അവരുമായിട്ടൊക്കെ സംസാരിച്ചാണ് നമ്മൾ പഠിച്ചെടുക്കുന്നതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജർമ്മൻ അവിടെ നമുക്ക് ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് പലരും ഷെയർ ചെയ്ത് കേട്ടിട്ടുണ്ട്. കാരണം നമ്മളൊരു ബേസിക് ലെവൽ ജോലികളിലൊക്കെ നമ്മൾ ഒതുങ്ങി പോകുന്നു. എന്നാൽ ഹയർ പൊസിഷനുകളിലോട്ടൊക്കെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഹയർ ജർമ്മൻ സ്കിൽസും വേണം. അപ്പോൾ അത് ഒരു പ്രധാന കാര്യം തന്നെയാണ്. അപ്പോൾ പ്രൊമോഷൻ കിട്ടാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സാധാരണ ജോലികളിൽ ഒതുങ്ങിപ്പോകാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ നഴ്സിംഗ് പഠിക്കുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു ടെക്നിക്കൽ സ്കിൽഡ് ജോബ് തന്നെയാണത്. ഇപ്പോൾ നഴ്സിംഗ് ഒക്കെ പഠിച്ച് അവിടെ ഒരു നഴ്സായിട്ട് ജോലി ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒരു സെർട്ടൻ നമ്പർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത്. അതൊരു റെഗുലർ ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലായിരിക്കും നടക്കുന്നത്. നമുക്ക് വർക്ക് പ്ലേസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോഴേക്കും നമുക്കതൊക്കെ മാനേജ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള മേഖലകളിൽ ആളുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ എഞ്ചിനീയേഴ്സ് ആയിട്ടൊക്കെ ജോലി ചെയ്യുന്നവരാണ് പലരും ഷെയർ ചെയ്യുന്നത്. അവർക്ക് പ്രൊമോഷൻ സാധ്യതകൾ അവിടെ കുറവാണ് എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഫ്രാൻസാണ്. ഫ്രാൻസിൽ പോകണമെങ്കിൽ ഫ്രഞ്ച് പഠിക്കണം. കാനഡയിലാണെങ്കിലും നമുക്ക് ഫ്രഞ്ച് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. കാരണം ഇവിടുത്തെ മൾട്ടിലിംഗ്വൽ ആയത് കാരണം അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ പിആറിനുള്ള പോയിന്റ്സ് അതിലോട്ടൊക്കെ നമുക്ക് അഡീഷൻസ് കിട്ടും. ഫ്രഞ്ച് A1, A2, B1, B2 ഇങ്ങനെയുള്ള ലെവൽസിലാണ് പഠിക്കുന്നത്. അത് പഠിച്ച ശേഷം ഫ്രാൻസിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ഫ്രാൻസിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ 2 വർഷത്തെ പഠനത്തിന് ശേഷം പിന്നീട് നമുക്ക് അവിടെ സ്റ്റേ ബാക്ക് കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ഇപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള നല്ല ബന്ധങ്ങളൊക്കെ ഫ്രാൻസിനുള്ളതിനാൽ നമുക്കവിടെ പോയി ജോലി ചെയ്യാനും മറ്റും സാധിക്കും. അപ്പോഴും ഇതുപോലെ തന്നെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ഈ പുതിയ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രഞ്ചിൽ സംസാരിക്കണം, ഫ്രഞ്ചിൽ എഴുതണം, ഫ്രഞ്ചിലെ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ആളുകൾക്കുണ്ടാവുന്നുണ്ട്. അത് കാരണം പ്രൊമോഷൻ സാധ്യതകളും ജർമ്മനിയിലേതുപോലെ തന്നെ ഒരു കൺസ്ട്രെയിന്റ് അല്ലെങ്കിൽ ഒരു ലിമിറ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ പിആറിനുള്ള സാധ്യതകൾ നോക്കിക്കഴിയുമ്പോഴേക്കും അത് യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അത് വരുമ്പോഴേക്കും നമുക്കവിടെ സമയമെടുക്കുന്ന കാര്യങ്ങളാണ്. അടുത്ത ഡെസ്റ്റിനേഷനാണ് അയർലൻഡ്. അയർലൻഡ് 2005, 2010 കാലഘട്ടങ്ങളിൽ നിരവധി ആളുകൾ പോയിട്ടുള്ള ഒരു രാജ്യമാണ്. പ്രത്യേകിച്ച് നേഴ്സുമാർ. നമ്മുടെ നാട്ടിൽ നിന്ന് നിരവധി നേഴ്സുമാർ അവിടെ പോയി സെറ്റിൽ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു സ്കിൽഡ് ജോബ് കാറ്റഗറി ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ആയതിനാൽ ആ സമയത്ത് IELTS ഒക്കെ പഠിച്ച് ആളുകൾ ഇവിടുന്ന് പോവുകയായിരുന്നു. പിന്നീട് നമുക്കറിയാം നിരവധി കുട്ടികൾ പഠനത്തിനായിട്ട് അങ്ങോട്ട് പോയി തുടങ്ങി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമുക്കറിയാം അവിടെ ഇന്ത്യൻസ് അല്ലെങ്കിൽ എവിടെ ഇന്ത്യൻസ് ചെന്നിട്ടുണ്ടെങ്കിലും നമ്മൾ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ആളുകളാണ്. അതാണല്ലോ നമ്മൾ പല രാജ്യങ്ങളിലേക്കും ഇങ്ങനെയുള്ള ഇമിഗ്രേഷൻ നടത്തുന്നത്. അല്ലാതെ നമ്മൾ നാട്ടിൽ ജീവിക്കാൻ സ്ഥിതിയില്ലാഞ്ഞിട്ടല്ല. നമ്മൾ പോകുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ അംബീഷ്യസ് ആണ്. കൂടുതലായിട്ട് നമുക്ക് വളരണം അല്ലെങ്കിൽ നല്ല ജീവിത നിലവാരത്തിൽ ജീവിക്കണം എന്നുള്ള കാര്യങ്ങളാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ട ഒരു വീഡിയോയിൽ നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ കമ്പാരിസണിൽ നാട്ടിൽ നമ്മുടെ നാട് നോക്കുവാണെങ്കിൽ അത് നമ്പർ 1 ആയിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. കാരണം ലിറ്ററസിയുടെ കാര്യത്തിലാണെങ്കിലും ഡെവലപ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ പല കാര്യങ്ങളും മറ്റ് സ്റ്റേറ്റുകളുമായിട്ട് നോക്കിക്കഴിയുമ്പോഴേക്കും അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുന്നത് കേരളത്തെ എപ്പോഴും യൂറോപ്പുമായിട്ടോ
അല്ലെങ്കിൽ അമേരിക്കയുമായിട്ടോ കാനഡയുമായിട്ടോ ഒക്കെയാണ് കമ്പയർ ചെയ്യുന്നത്. അതിനാലാണ് കൂടുതൽ ആളുകളും ഇമിഗ്രേഷനെ പ്രിഫർ ചെയ്യുന്നത്. കാരണം നമ്മുടെ നാട്ടിലുള്ള സൗകര്യങ്ങളെക്കാൾ ഉപരി കൂടുതൽ മെച്ചമുള്ള സൗകര്യങ്ങളിലേക്ക് നമുക്ക് പോകണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇമിഗ്രേറ്റ് ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യം നോക്കിക്കഴിയുമ്പോഴേക്കും നമുക്കറിയാം, ഇപ്പോൾ ഫ്രാൻസിലോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പോഴേക്കും അവിടുത്തെ ജീവിത നിലവാരം എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കാഴ്ചയിൽ കാണുമ്പോഴേക്കും അതെ നല്ല വൃത്തിയും നല്ല രീതിയിലും ഒക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേങ്കിൽ ആളുകളുടെ കയ്യിൽ അത്രമാത്രം പൈസയൊന്നുമില്ല. കാരണം നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ അടുത്തെ പൈസ നോക്കുകയും പിന്നെ വിദേശ രാജ്യങ്ങളിലെ ആളുകളുടെ പൈസ നോക്കുകയൊക്കെ ആണെങ്കിൽ അത് വളരെ വ്യത്യാസമുണ്ടായിരിക്കും. കാരണം നമുക്ക് കൂടുതൽ സേവിങ്സ് നാട്ടിലുണ്ടാവാം, അല്ലെങ്കിൽ അസറ്റ്സ് കൂടുതലുണ്ടാവും. പക്ഷെ അവരൊക്കെ ജസ്റ്റ് പേ ചെക്ക് ടു പേ ചെക്ക് ജീവിക്കുന്നവരാണ് കൂടുതലും ആളുകൾ. അപ്പോഴേക്കും ഇത്തരം രാജ്യങ്ങളിൽ ചെന്ന് കഴിയുമ്പോഴേക്കും യൂറോപ്യൻ യൂണിയനിലെ മറ്റു രാജ്യങ്ങളിലേക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പോഴേക്കും അവിടെ സാധാരണ ജീവിത നിലവാരം തന്നെയാണ് അവിടെയുള്ളത്. അവിടെ പണ്ട് യൂറോപ്യൻസ് ഉണ്ടാക്കിയിട്ടുള്ള ആ ഫെസിലിറ്റീസ് അവിടെയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മൾ ജോലികൾക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും സാധാരണ വേതനമേ ഉള്ളൂ, അല്ലെങ്കിൽ മിനിമം വേജസ് ആണ് കൂടുതലും ആളുകൾക്ക് അവിടെ കിട്ടുന്നത്. നമ്മൾ അവിടെ ചെല്ലുന്നത് ഒരു ഹയർ എക്സ്പെക്ടേഷനോട് കൂടിയാണ് ചെല്ലുന്നത്. കാരണം നമ്മളവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ഒരു രാജ്യത്ത് ചെന്ന് കഴിയുമ്പോഴേക്കും അവിടെയുള്ള ഫെസിലിറ്റീസ് അത് നമ്മൾ കൂടുതലും ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ മറ്റ് ആളുകൾ പറഞ്ഞുള്ള അറിവുകൾ വഴിയോ ആയിരിക്കാം നമ്മൾ നേടുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും നമുക്കൊരു കുറച്ച് ദിവസം ഒക്കെ അത് എൻജോയ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ വീണ്ടും നാടിനെ പറ്റി ചിന്തിച്ചു തുടങ്ങും. ഈ ലക്ഷറി അല്ലെങ്കിൽ ജീവിത നിലവാരം എന്ന് പറയുന്നത് എന്താണ്? പ്രധാനമായിട്ടും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സൗകര്യങ്ങൾ തന്നെയാണത്. സൗകര്യങ്ങൾ നോക്കിക്കഴിയുമ്പോഴേക്കും നമ്മൾ നാട്ടിലാണെങ്കിൽ നമ്മളെല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ അടുത്തുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീട്ടിലൊരു പണി ചെയ്യാൻ വേണ്ടി പുറത്തുനിന്ന് ഒരാളെ നമുക്ക് വെക്കാൻ സാധിക്കും. അല്ലെങ്കിൽ കുട്ടിയെ നോക്കാൻ വേണ്ടി ഒരാളെ കൊണ്ടുവരാൻ സാധിക്കും. പ്രായമുള്ളവരെ നോക്കാൻ വേണ്ടി കെയർ സർവീസുകൾ നമുക്ക് നോക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ മറ്റു രാജ്യങ്ങളിൽ ചെന്ന് കഴിയുമ്പോഴേക്കും, വികസിത രാജ്യങ്ങൾ ചെന്ന് കഴിയുമ്പോഴേക്കും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു അഫെയർ ആയിട്ട് മാറും. ഒരാളെ നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം വേതനമുള്ള ജോലിക്ക് പോകുന്നു. അതേ പൈസ തന്നെ മറ്റേ ആൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ കംപ്ലെയിന്റ് ചെയ്തു തുടങ്ങും. പ്രധാനമായിട്ടും ഈ ജീവിത നിലവാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സൗകര്യങ്ങൾ ആഡ് ചെയ്യുന്നതിനുള്ള കംപ്ലയിന്റ്സ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ നമുക്ക് നാട്ടിലൊക്കെയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഓടി ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു ക്ലിനിക്കിൽ ചെല്ലാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെല്ലാം. നമ്മുടെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കും. പക്ഷേ ഇത്തരം രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കില്ല എന്നുള്ളതാണ് ഒരു പരമാർത്ഥം എന്ന് പറയുന്നത്. നമുക്ക് തിരിച്ചു വരാം തീർച്ചയായിട്ടും. നമ്മൾ സ്റ്റഡിയിലാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയുള്ള യാത്രകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് നമ്മുടെ ജോലിയുടെ കാര്യങ്ങളും പറയാം. നേരിട്ട് ജോലികൾക്ക് വേണ്ടി പോകുന്നവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും നമ്മുടെ ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട്. കാരണം നമ്മൾ കുട്ടികൾ എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതിനുശേഷം നമ്മുടെ അഡൽട്സ് എന്ന് പറയുന്ന ആ കാറ്റഗറിയിലോട്ട്, മുതിർന്നവർ എന്നുള്ള കാറ്റഗറിയിലേക്ക് നമുക്ക് പോകാം. നമുക്ക് നോക്കിക്കഴിയുമ്പോഴേക്കും ഇനി മറ്റു രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ദുബായ്. ഇപ്പൊ ദുബായ് എന്ന് പറയുന്ന രാജ്യത്ത് ആളുകൾക്ക് പോയി പഠിക്കാം. ഒരു കുഴപ്പവുമില്ല. നമുക്ക് പോയി പഠിക്കുന്നതിന് കുഴപ്പമില്ല അവിടെ. പക്ഷെ അവിടെ പാർട്ട് ടൈം ചെയ്യാനുള്ള അവസരങ്ങളില്ല. അതിന് അനുവാദമില്ല അവിടെ. നല്ല പൈസ മുടക്കി തന്നെയാണ് അവിടെ പഠിക്കുന്നത്. നമുക്കറിയാം 1960കൾ മുതൽ മലയാളികൾ അവിടെയുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഉള്ളവരുടെ മക്കളൊക്കെ അവിടെ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. നല്ല ഹൈ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നുണ്ട് അവിടെ. അവിടെ സ്കിൽസ് അക്വിസിഷൻ കൂടുതലുണ്ട്. പിന്നെ ജോലി സാധ്യതകളുണ്ട്. പക്ഷേ എങ്കിൽ അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നോക്കിക്കഴിയുമ്പോഴേക്കും നമ്മുടെ നാട്ടിൽ നിന്ന് ചെല്ലുന്നവർക്ക് അധികം ഡിമാൻഡ് ഇല്ല. കാരണം മറ്റൊന്നുമല്ല, വിദേശ രാജ്യങ്ങളിൽ നിന്ന്, പ്രധാനമായിട്ടും വികസിത രാജ്യങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ ഇപ്പോൾ ദുബായിലോട്ട് പോയി തുടങ്ങിയിരിക്കുന്നു. പ്രധാനമായിട്ടും യൂറോപ്പിൽ നിന്ന് വെള്ളക്കാര് തന്നെ അവിടെ പോകുന്നുണ്ട്. കാനഡയിൽ നിന്ന് പോയി സെറ്റിൽ ആവുന്നവരുണ്ട്. ദുബായിൽ പോയി സെറ്റിൽ ആവുന്നുണ്ട്. കാരണം ടാക്സ് എക്സംപ്ഷന്, പിന്നെ മറ്റു രാജ്യങ്ങളിലെ ജീവിത ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം നിരവധി ആളുകൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുബായിൽ ഇപ്പോൾ ജോലികൾ കുറവാണ്. നമ്മുടെ നാട്ടിൽ നിന്നുള്ളവർക്ക് ജോലി അധികമായിട്ട് അവിടെ ലഭിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകുന്നു. അല്ലെങ്കിൽ +2 കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നു. അവിടെ ചെന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞ് നമുക്ക് ഉടനെ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കില്ല തീർച്ചയായിട്ടും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇവിടെ കമന്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ കാനഡയിൽ നിന്നിരുന്ന് സംസാരിക്കുന്നതാണ്. ഇതൊരു കമ്മ്യൂണിറ്റി ചാനലാണ്. അപ്പോൾ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് ആണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ കാര്യങ്ങളും ഇവിടെ കമന്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള എല്ലാ മറുപടികളും നമ്മുടെ വെള്ളിയാഴ്ചകളിലുള്ള ലൈവ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുമുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ കമന്റ് ചെയ്യാം. നിങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് വാച്ച് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ അവിടുത്തെ സാഹചര്യങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കുക. ഇനി നമുക്ക് നോക്കേണ്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ്? റഷ്യൻ രാജ്യങ്ങൾ.
റഷ്യയിലോട്ട് അങ്ങോട്ട് കടന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇപ്പോൾ അവിടെ യുദ്ധഭീഷണിയാണ് എല്ലാ സ്ഥലങ്ങളിലും. യൂറോപ്പും യുദ്ധഭീഷണിയിൽ തന്നെയാണ്. അപ്പോഴേക്കും അവിടെ എംബിബിഎസ് പഠിക്കാൻ വേണ്ടി നിരവധി ആളുകൾ പോകുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഡോക്ടറാകാൻ വേണ്ടി 6 വർഷം പഠിക്കുന്ന ആളുകളുണ്ടായിരുന്നു. സന്തോഷ് സാറിന്റെ സഞ്ചാരമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിരവധി കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അവിടെ നിന്ന് ആളുകളൊക്കെ ഡോക്ടറേറ്റും കാര്യങ്ങളും ഒക്കെ പഠിച്ച ശേഷം നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. നിരവധി വർഷങ്ങളുടെ പഠനമാണത്. പിന്നെ നിരവധി ആളുകൾ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. പകുതി പഠനം ഉപേക്ഷിച്ച് തിരിച്ചു പോരുന്നവരുണ്ട്. അങ്ങനെ അവിടവും പല അസ്ഥിരതകളും ഉള്ള ഒരു സമയമാണ് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ. പിന്നെ നമുക്കറിയാം മറ്റ് രാജ്യങ്ങൾ ആഹ്, മാൾട്ട, മാൽദീവ്സ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ആളുകൾ പഠിക്കുന്നുണ്ടായിരുന്നു. അതായത് നാട്ടിൽ നിന്ന് എങ്ങനെയും പുറത്തു പോവുക. അങ്ങനെ ഒരു ട്രെൻഡിലോട്ട് കേരളം മാറിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കറിയില്ല ഈ സമയത്തുണ്ടോന്ന് ഒരു വർഷം മുമ്പ് അല്ല 2 വർഷം മുമ്പ് 3000ത്തോളം കൺസൾട്ടൻസികൾ, ഏജൻസികൾ വിദേശ പഠനത്തിനായിട്ട് നാട്ടിലുണ്ടായിരുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോഴത്തേനും അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു ഏഹ്, നമ്മുടെ ഏജൻസി, വിദേശ റിക്രൂട്ട്മെന്റ് ഏജൻസി അവര് പൂട്ടിയിട്ട് ഇപ്പോൾ ഒരു പച്ചക്കറി കച്ചവടം നടത്തുവാണെന്ന്. അതായത് അതൊരു പ്യൂർ ബിസിനസ് ആയി മാറിയിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഒരു വാല്യൂ അഡീഷൻ ആയിരുന്നില്ല. എവിടെയെങ്കിലും അഡ്മിഷൻ എടുത്ത് കൊടുക്കുക. അതിനുശേഷം കുട്ടികളെ അങ്ങോട്ട് കയറ്റി വിടുക. അവര് പോവോ വരുവോ എന്താണ് ചെയ്യട്ടെ എന്നുള്ള രീതിയിലുള്ള പ്രൊമോഷൻസ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡ് സെറ്റർ ആയിട്ട് വിദേശ പഠനം നാട്ടിൽ മാറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ട്രെൻഡുകളുടെ പുറമെ പോയി കഴിയുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണ്? ട്രെൻഡുകൾ ഏത് സമയത്തും അവസാനിക്കാം. നമുക്കറിയാം ഓരോ വാർത്തകൾ ഇങ്ങനെ പൊന്തി വരുന്നു. പിന്നെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാറ് പോലുമില്ല. അതുപോലെ തന്നെയാണ് ട്രെൻഡ്സ് എന്ന് പറയുന്നത്. ട്രെൻഡ്സിന്റെ പുറകെ അല്ല നമ്മൾ പോവേണ്ടത്. നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കണം. നമ്മൾ എന്തിനു വേണ്ടിയാണ് വിദേശ രാജ്യത്തേക്ക് പോകുന്നത്? കുറച്ച് ഇൻസ്റ്റാഗ്രാം ഫോട്ടോസ് ഇടാൻ വേണ്ടിയോ, അല്ലെങ്കിൽ ആളുകളെ കാണിക്കുന്നതിന് വേണ്ടിയാണോ വിദേശത്തേക്ക് പോകുന്നത്? ശരിക്കും നമുക്ക് പോവേണ്ട ആവശ്യമുണ്ടോ? ഇത്തരം കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് തന്നെ ചിന്തിക്കേണ്ട ഒരു സമയമാണ്. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നമ്മുടെ ഹാർഡ് ഏൺഡ് മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പേരൻറ്സ് ഉണ്ടാക്കിയ പൈസയാവാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ പൈസയാവാം. അത് 25,00,000 അല്ലെങ്കിൽ 30,00,000 ഇത് മൊത്തം നമ്മുടെ കയ്യിലുണ്ടാവില്ല. നമ്മൾ ചെയ്യുന്നത് എന്താണ്? ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു. ആ ലോൺ എടുക്കുന്നത് 10,00,000 രൂപ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയാണ് ഓയിങ്? ഏകദേശം 35,00,000 രൂപ വരെയാണ് അടച്ചു തീരുമ്പോഴത്തേനും നമ്മൾ അത്രയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാധ്യതയായിട്ട് വരുന്നത്. ആ പണത്തെ നമ്മൾ കൃത്യമായിട്ടും നോക്കി വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ. പ്രത്യേകിച്ച് നമ്മുടെ കരിയർ ഡിസിഷൻസ്. നമ്മൾ കരിയർ ഡിസിഷൻസ് എടുക്കുന്നത് എപ്പോഴും നമ്മൾക്ക് വേണ്ടിയായിരിക്കണം. ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് പ്രത്യേകിച്ചും ഞാൻ പറയുന്നത് ഒരു 8ാം ക്ലാസ് മുതലേ അങ്ങനെയുള്ളൊരു ഓറിയന്റേഷൻ നമ്മുടെ കുട്ടികൾക്കൊക്കെ വേണം. നമ്മൾ പണ്ടൊക്കെ ചോദിക്കുമായിരുന്നു നിങ്ങൾ എന്താണ് ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത്? അല്ല 4ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മൾ പറയും എനിക്ക് പൈലറ്റ് ആവണം, അല്ലെങ്കിൽ എനിക്ക് പോലീസ് ഓഫീസർ ആവണം, അല്ലെങ്കിൽ എനിക്ക് ഡോക്ടർ ആകണം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് പറയുന്നത്. ഇപ്പോഴത്തെ കുട്ടികളോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താണ് പറയുന്നത്? അവർ ചിലപ്പോൾ ഒന്നും പറയില്ല. അല്ലെങ്കിൽ അവർക്ക് പ്രത്യേക ഇങ്ങനെ ഒരു കരിയറിനെ പറ്റി ഒരു ചിന്തയൊന്നും ഉണ്ടാവില്ല. അതിന്റെ കാര്യം എന്ന് പറയുന്നത് മാതാപിതാക്കൾ നന്നായിട്ട് കഷ്ടപ്പെട്ട് തന്നെ പൈസ ഉണ്ടാക്കി അവരുടെ കാര്യങ്ങളൊക്കെ നേടിക്കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അവർക്ക് നല്ല വീടുണ്ടാവാം, ഇപ്പോൾ തന്നെ നല്ല വീടുകളുണ്ടാവാം, കാറുണ്ടാവാം. അങ്ങനെ പ്രത്യേകിച്ച് ഒരു നീഡൊന്നുമില്ല അവർക്ക്. അവർക്ക് അങ്ങനെ അങ്ങ് ജീവിച്ചു പോണം. അല്ലെങ്കിൽ മാതാപിതാക്കൾ പറയുന്നു, "നിങ്ങൾ ഇതിനു വേണ്ടി പോവുക. അത് ഞങ്ങൾ ചെയ്യാം." നമുക്ക് അവരെ ഒരു ലക്ഷ്യബോധത്തിലേക്ക് തീർച്ചയായിട്ടും നയിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായനകൾ, പിന്നെ കുടുംബ ചർച്ചകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. നമ്മുടെ ഒരു കഴിഞ്ഞ ആഴ്ചത്തെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു. മിയ മലയാളി വുമൻ കാനഡ എന്ന് പറയുന്ന ഒരു പോഡ്കാസ്റ്റ് ആയിരുന്നു. ആ പോഡ്കാസ്റ്റിൽ ഞങ്ങൾ പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. കുട്ടികളെ ലക്ഷ്യബോധത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് അതിന്റെ ഫോളോ അപ്പ് ചർച്ചകളും ഇനി മുന്നോട്ട് വരുന്നതാണ്. പല ഗ്രൂപ്പുകളും ഒക്കെ ഫോം ചെയ്യാൻ വേണ്ടിയുള്ള കരിയർ മെന്ററിംഗ് ഫോറംസ് ഒക്കെ പ്ലാൻ ചെയ്യാനുള്ള പദ്ധതിയും ഞങ്ങൾ ഇടുന്നുണ്ട് തീർച്ചയായിട്ടും. ഇപ്പോൾ നമുക്കറിയാം കാനഡയിലോ അമേരിക്കയിലോ ഒക്കെ ഇപ്പോൾ പിആറിലൊക്കെ ഡയറക്റ്റ് വന്നിട്ടുള്ളവരുടെ കുട്ടികൾ, ഇതെന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. അവർക്ക് പഠനത്തിൽ തന്നെ പല ടാസ്കുകളും ഓരോ ദിവസവും അവർ അസൈൻ ചെയ്യുന്നുണ്ട്. വർഷം ആരംഭിക്കുമ്പോൾ തന്നെ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ക്ലാസ്സിൽ നിന്ന് പറയുന്നുണ്ട്. ഓരോ ആഴ്ചയിലും അവർക്ക് പേരൻസിന് ലെറ്റർ എഴുതേണ്ടതായിട്ടുണ്ട്. ഈ മാസം എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലോങ് ടേം പ്ലാനിങ് എന്തൊക്കെയാണ്? അതൊക്കെ ഓരോ ലെറ്ററായിട്ട് പേരൻസിന് ഇങ്ങനെ
എഴുതി കൊണ്ടുവന്ന് അവർ കാണിക്കാറുണ്ട്. എനിക്ക് നല്ല സന്തോഷം തോന്നാറുണ്ട്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സ് ആ രീതിയിൽ അവരെ ഗൈഡ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളിൽ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് കുട്ടികളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു ലക്ഷ്യബോധം ഉണ്ടാവും. അത് നേരത്തെ തന്നെ തുടങ്ങണം. അപ്പോൾ ഞാന് പറഞ്ഞു വന്ന കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി നമ്മുടെ പഠനങ്ങൾ തീർച്ചയായിട്ടും വിദേശത്താണെങ്കിലോ, സ്വദേശത്താണെങ്കിലോ അതിനൊരു വ്യക്തത ഉണ്ടാവണം തീർച്ചയായിട്ടും. നമ്മൾ മുടക്കുന്ന പൈസയ്ക്കുള്ള വാല്യൂ ഒന്ന് നമുക്കതുണ്ടാവണം. അല്ലെങ്കിൽ കുട്ടിയുടെ ലക്ഷ്യബോധം എന്ത് എന്ന് മനസ്സിലാക്കിയുള്ള ഒരു കരിയർ ഗൈഡൻസിലൂടെ അല്ലെ ആ സിസ്റ്റത്തിലൂടെ കൂടി കടന്നു പോയി വേണം ഒരു കോഴ്സൊക്കെ തീരുമാനിക്കാൻ, അല്ലെ രാജ്യം തീരുമാനിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്ക് 2ാം ഭാഗത്തിലോട്ട് കിടക്കാം. ഇതിന്റെ 2ാം ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ജോലിക്കായിട്ട് വിദേശത്തേക്ക് പോകുന്നവർ. ജോലിക്കായിട്ട് വിദേശത്തേക്ക് പോകുന്നവരെ സംബന്ധിച്ച് അവിടെ ചെല്ലുക, ജോലി ചെയ്യുക, പൈസ ഉണ്ടാക്കുക, സേവ് ചെയ്യുക. ഇതാണ് ലക്ഷ്യമെന്ന് പറയുന്നത്. നാട്ടിലുള്ള പഠനമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ പഠനങ്ങൾ നോക്കി കഴിയുമ്പോഴേക്കും, പ്രത്യേകിച്ചും ഇപ്പോൾ ഹെൽത്ത് കെയർ കാറ്റഗറിയിലാണ് ഒരാൾ പഠിക്കുന്നതെങ്കിൽ നഴ്സായിട്ട് ജോലിയൊക്കെ നാട്ടിൽ കിട്ടി, രജിസ്ട്രേഷന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വിചാരം എന്താണ്? ഇനി എവിടെ പോയാലും നമുക്ക് നഴ്സായിട്ട് ജോലി ചെയ്യാം. കാര്യം അങ്ങനെയല്ല. വിദേശ രാജ്യങ്ങളിൽ ചെന്ന് കഴിയുമ്പോഴേക്കും നമ്മളുടെ യോഗ്യതകളുടെ ഇക്വലൻസി അത് നോക്കും. ഒരു തത്തുല്യ പരിശോധന എന്ന് പറയാം. അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റുകൾ, ഓരോ റെഗുലേറ്ററി ബോർഡുകളുടെ വെബ്സൈറ്റുകൾ, ഉദാഹരണത്തിന് കോളേജ് നഴ്സസ് ഒണ്ടേരിയോ CNO എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കും. അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് നാട്ടിൽ നമ്മൾ പഠനമൊക്കെ കഴിഞ്ഞ് ബിടെക് 4 വർഷം പഠിച്ചു. ഇനി എന്ത് എഞ്ചിനീയറിംഗ് പഠിക്കാനാണെന്ന് നമ്മൾ വിചാരിക്കും. മറ്റു രാജ്യത്ത് ചെന്ന് കഴിയുമ്പോഴേക്കും അവിടുത്തെ സിസ്റ്റംസ് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. ഉദാഹരണത്തിന് കാനഡയിൽ എല്ലാ വീടുകളും പണിയുന്നത് തടിയിലാണ് പണിയുന്നത്. അല്ലെങ്കിൽ സ്ക്രാപ്പേഴ്സ് പണിയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്റ്റീലിലാണ് പണിയുന്നത്. നമ്മുടെ നാട്ടിൽ കോൺക്രീറ്റിലാണ് കാര്യങ്ങൾ പണിത് വന്നേക്കുന്നത്. അതിനുവേണ്ടിയുള്ള സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് യോഗ്യതകൾ കരസ്ഥമാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പഠനം എന്ന് പറയുന്നത് വിദേശ രാജ്യത്ത് നമ്മൾ ജോലിക്ക് പോയാൽ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഉണ്ടാവും. ഒരു നേഴ്സ് നാട്ടിൽ നിന്ന് കാനഡയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു നല്ല ജോലിയിൽ പ്രവേശിക്കണമെങ്കിൽ ആദ്യമേ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ പരീക്ഷകളൊക്കെ പാസ്സായി ഇവിടുത്തെ ബോർഡിൽ രജിസ്ട്രേഷൻ കിട്ടിയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ UK പോയിട്ടുണ്ടെങ്കിൽ UK ചെന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ OSCE എക്സാം പാസ്സാകണം, CBT എക്സാം പാസ്സാകണം, ലാംഗ്വേജ് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് പറ്റുള്ളൂ. അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ മിഡിൽ ഈസ്റ്റിലേക്ക്, പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പോൾ ദുബൈയിലോട്ടോ അല്ലെങ്കിൽ സൗദി അറേബ്യയിലോട്ടോ ഒക്കെ പോവുകയാണെങ്കിൽ അവിടെ ഉണ്ട് കേട്ടോ, എക്സാംസ് ഉണ്ട്. DHA എന്ന് പറഞ്ഞ എക്സാം. ഞാൻ പണ്ട് ഒരു സെന്റർ നടത്തിക്കൊണ്ടിരുന്നതാണ്. DHA എക്സാം ട്രെയിനിങ് നടത്തിക്കൊണ്ടിരുന്ന ഒരു സെന്റർ നടത്തിയിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ. IELTSനോടൊപ്പം തന്നെ നമ്മുടെ സെന്ററിൽ ഇത്തരം കോഴ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അത്തരം പരീക്ഷകൾ എഴുതിയെങ്കിൽ മാത്രമേ അവിടെ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ അക്കൗണ്ടന്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അക്കൗണ്ടന്റിന് നമുക്ക് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ അറിയാമെങ്കിൽ, ഒരു രാജ്യത്ത് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, പ്രത്യേകിച്ചും ഇപ്പോൾ പല രാജ്യങ്ങളിലും ക്വിക്ക് ബുക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ക്വിക്ക് ബുക്സ് എന്ന് പറയുന്നത് ടാലി പോലുള്ള ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ് നാട്ടിലെ. അപ്പോൾ നാട്ടിൽ നിന്ന് ടാലി പഠിച്ചു, ഞാൻ ടാലിയോട് പഠിക്കുകയുള്ളൂ, അല്ല ഞാൻ വേറൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ കമ്പനികളിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടുത്തെ സോഫ്റ്റ്വെയർ എന്താണോ അത് യൂസ് ചെയ്ത് തന്നെ വേണം നമുക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് പഠിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ, അല്ലെങ്കിൽ അവിടെ ചെന്ന് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പഠനം എന്ന് പറയുന്നത് ജോലിയുടെ ഭാഗം തന്നെയാണ്. നമുക്കതില്ലാതെ പരിഭവിച്ചിട്ട് കാര്യമില്ല. നമുക്ക് പഠനത്തിനോടൊപ്പം തന്നെ ജോലിയും, അല്ലെങ്കിൽ ജോലിയോടൊപ്പം തന്നെ പഠനവും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ നമുക്കറിയാം, IT മേഖലയിലുള്ളവരാണെങ്കിൽ അത് ഏത് സ്ഥലത്താണെങ്കിലും അവർ എല്ലാ ദിവസവും അപ്ഗ്രേഡ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോൾ ജോലിക്ക് വേണ്ടി നോക്കി കഴിയുമ്പോഴേക്കും പോകാൻ പറ്റിയ ഏറ്റവും നല്ല രാജ്യം ഏതാണ്? ചിലർ പറയുമായിരിക്കും ഗൾഫിൽ പോയാൽ മതി, അതാണ് ഏറ്റവും ബെറ്റർ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാനഡയിൽ ജോലി ചെയ്തു, എന്നിട്ട് സിറ്റിസൺഷിപ്പ് കിട്ടി, എന്നിട്ട് നാട്ടിലോട്ട് തിരിച്ചു പോയവരുണ്ട്, റിവേഴ്സ് ഇമിഗ്രേഷൻ്റെ ഭാഗമായിട്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. വരുണുമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇവിടുന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോയി സെറ്റിൽ ആയിട്ടുള്ള ആളാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോഴേക്കും ഈ യാത്രകളെന്ന് പറയുന്നത് ഒരു സ്ഥലത്തും നിലയ്ക്കുന്നതല്ല. പ്രത്യേകിച്ചും ഗ്രീസിൽ നിന്നും ഇമിഗ്രേറ്റ് ചെയ്തവർ, അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് ഇമിഗ്രേറ്റ് ചെയ്തവർ, അവരുടെ ഒരു അല്ലെങ്കിൽ ഒരു സ്റ്റഡിയിൽ നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 വർഷത്തിൽ അവർ ഫാമിലി ആയിട്ട് തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മലയാളികളുടെ ഇടയിലും ഇതേ ട്രെൻഡ് തന്നെ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിരവധി ആളുകൾ ഓസ്ട്രേലിയയിലേക്ക്
കാനഡയിൽ നിന്ന് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതായത് ഇനിയൊരു പുതിയൊരു ഇമിഗ്രേഷൻ പ്രോഗ്രാം ഒണ്ടേരിയോ, പിന്നെ ബ്രിട്ടീഷ് കൊളംബിയ ഈ പ്രൊവിൻസുകൾക്ക് വേണ്ടി വരുന്നുണ്ട്. പിന്നെ യുകെയിൽ നിന്നും വരുന്നുണ്ട്. കാനഡയിലുള്ള നഴ്സസിന് ഓസ്ട്രേലിയയിൽ പോയി ജോലി ചെയ്യാൻ പറ്റും. അപ്പോഴേക്കും നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റൊക്കെ ഉണ്ട്. കൂടുതൽ വാർമറായിട്ടുള്ള ക്ലൈമറ്റാണ്. അത് കാരണമാണ് ആളുകൾ അങ്ങനെ പ്രിഫർ ചെയ്യുന്നത്. അപ്പോഴേക്കും ഇവിടെയുള്ള വീടോ കാര്യങ്ങളൊക്കെ വിറ്റിട്ടോ അല്ലെങ്കിൽ ഇവിടെ കീപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വീട് വാങ്ങാതെയോ തന്നെ മറ്റ് രാജ്യങ്ങളിലേക്ക് ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ ഇമിഗ്രേഷൻ എന്ന് പറയുന്നത്, കുടിയേറ്റം എന്ന് പറയുന്നത് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ യൂറോപ്പിലോട്ട് ജോലിക്ക് വേണ്ടി പോകുന്നവര് ഒരു സമയത്ത് ഏകദേശം എനിക്ക് തോന്നുന്നത് ആ കോവിഡൊക്കെ കഴിഞ്ഞ സമയത്താണ്. ആ സമയത്ത് നമുക്ക് ഈ മാൾട്ടയിലോട്ടും പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ട്രക്ക് ഡ്രൈവേഴ്സായിട്ടും പിന്നെ ഡെലിവറി ജോലികൾക്ക് വേണ്ടി അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതിനെപ്പറ്റിയുള്ള വാർത്തകളൊന്നും കേൾക്കുന്നില്ല. കാരണം ബ്രെക്സിറ്റിന്റെ സമയത്ത് നിരവധി വേക്കൻസികൾ പല രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒത്തിരി ആളുകൾ പോയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കുറേ ആളുകളൊക്കെ സെറ്റിൽ ആവുന്നുണ്ട്. അതായത് അവർ PR എടുക്കുന്നു, പിന്നെ സിറ്റിസൺഷിപ്പ് ആകുന്നു. അങ്ങനെയുള്ള പല കഥകളും നമ്മൾ കേൾക്കുന്നുമുണ്ട്. എന്നാൽ ഒരു നല്ല ശതമാനം ആളുകൾ ഈ പോയവർ ആരും അറിയാതെ തന്നെ നാട്ടിലോട്ട് വരുന്നുണ്ട്. അത് വലിയ ന്യൂസായി മാറാറില്ല ഒരിക്കലും. ആരും നമുക്കറിയാലോ, ഇത്രയും പൈസ കളഞ്ഞിട്ട് ഇങ്ങോട്ട് വരേണ്ട ഒരവസ്ഥ എന്ന് പറയുമ്പോഴത്തേനും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണത്. അതൊരു കൊട്ടിഘോഷിക്കേണ്ട ഒരു കാര്യമല്ല താനും. പോകുന്നത് നമ്മൾ എല്ലാവരോടും പറഞ്ഞ് തന്നെയായിരിക്കും പോകുന്നത്. പക്ഷെ നമ്മൾ തിരിച്ചു വരുന്നത് ആരും അറിയുന്നുമില്ല. ഇവിടെയും ഒരു പേഴ്സണൽ ഡിസിഷനാണ് വളരെ പ്രധാനം. ഫിനാൻഷ്യൽ ഡിസിഷൻ അതിൻ്റെ ഒരു കാതലായ ഭാഗം തന്നെയാണ്. നമ്മൾ പൈസ മുടക്കി മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴേക്കും എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ പൈസ മുടക്കുന്നത്? ഈ പൈസ നമുക്ക് തിരിച്ചു കിട്ടുമോ? അല്ലെങ്കിൽ ഇത് നമ്മുടെ ഹാർഡ് ഏൺ മണിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ പൈസയാണ്. അത് ഈ കാര്യത്തിന് വേണ്ടി ചിലവഴിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ROI നമുക്ക് ലഭിക്കുമോ എന്ന് നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. കാരണം കടത്തിന്മേൽ കടമായി തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം വീണ്ടും മോശമായി തീരും. അതിനാൽ നല്ല ഡിസിഷൻസ് നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ചാനലിൽ ഇത്തരം കാര്യങ്ങൾ ഫോളോ അപ്പ് ചർച്ചകളായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തുടരുന്നതാണ്. താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഒരിക്കലും തടയിടരുത്. പഠനം തുടരുക. ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി പൈസ കൊടുക്കുന്നതിന് പകരം അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് പല കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ചിലവഴിക്കുക. പ്രത്യേകിച്ചും ഇംഗ്ലീഷ് പഠനം വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് ചെയ്തു തുടങ്ങുക. അല്ലെങ്കിൽ കുട്ടികളെ നിങ്ങൾ വിദേശത്തേക്ക് വിടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരെ പല പല സ്കിൽ സെറ്റുകൾ പഠിപ്പിച്ചെടുക്കുക. വീട്ടിൽ ജോലി ചെയ്യുന്ന കാര്യങ്ങൾ മുതൽ ലൈഫ് സ്കിൽസ് കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിച്ചെടുക്കുക. അതിനുവേണ്ടിയുള്ളൊരു ഫോറം തന്നെ നമ്മൾ ഇനി ആരംഭിക്കുന്നുണ്ട്. അതിൻ്റെ അനൗൺസ്മെൻറ്റ് അധികം വൈകാതെ തന്നെ ഉണ്ടാവും. ഇത്രയൊക്കെയാണ് ഒരു കാഷ്വൽ ടോക്കായിട്ട് നമ്മുടെ ഇന്നത്തെ സിറ്റ് ഡൗൺ ടോക്ക് സീരീസിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കോണ്ടൻറ്റ്സ് ഇനി വരുന്നതാണ്. പോഡ്കാസ്റ്റുകൾ ഇനി നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു. എല്ലാവരെയും അടുത്ത ആഴ്ച നമുക്ക് കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിവസവും ആഴ്ചയും ആശംസിക്കുന്നു. എല്ലാവിധ വിജയാശംസകളും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.